ബേപ്പൂർ വെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് കടല ഇതേപോലത്തെ നെൽക്കടല വിൽപ്പന നടത്തിയിരുന്നു. അത് വറുത്ത് പാക്കാക്കിയിട്ട് കുട്ടികളെ കൈമിൽ കൊടുത്തയച്ചതിന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുള്ള് കാലിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ബേപ്പൂർ വെസ്റ്റിൻ്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു. ബേപ്പൂർ ബീച്ചിലേക്ക് എൻ്റെ വീട്ടിൽ നിന്നും കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5:30 മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ബീച്ചിലേക്ക് പോകുന്ന ടൈം. അപ്പോൾ എന്താ ബേപ്പൂർ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ദൂരം ഉണ്ടാവും എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടേക്ക് നടക്കാനായിട്ട്. അപ്പോൾ കുറേ പോലീസുകാരും അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വളണ്ടിയേഴ്സും ഒക്കെ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു നിയന്ത്രണം ഇല്ലെങ്കിൽ ഈ ഒരു ബേപ്പൂർ ബസ്റ്റ് ആകെ അലങ്കോലമായി പോകും കേട്ടോ. അപ്പോൾ അവരുടെ നല്ല പ്രയത്നം ഉണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് കാർപ്പറ്റുകൾ നീട്ടി വിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഡ്രോൺ ലൈറ്റ് ഷോ നടക്കുന്നത് നമ്മുടെ ബേപ്പൂർ വെസ്റ്റിൽ വെച്ചിട്ടാണ്. 250ഓളം ഡ്രോൺ ലൈറ്റുകളാണ് ഇവിടെ ഇന്ന് ഉയരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു 5:45 ടൈം ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ കുറേ ജനങ്ങളായിട്ടോ. അപ്പോൾ ഇവിടെ സീറ്റൊക്കെ ഫുള്ളായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ചിങ്ങനെ നടന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് കുറവുണ്ട് ആൾക്കാർ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് ഇപ്പോൾ ഇവിടെ എന്താ പറയുക, ബീച്ച് ഇപ്പോൾ ഒന്നും കൂടി നവീകരിച്ചിട്ടോ. നല്ല സ്പേസൊക്കെ ആയിന്. ആദ്യത്തേക്കാളും കൂടുതൽ സ്ഥലം അവർ ഈ ഇൻ്റർലോക്കൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് മത്സരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഈ വാട്ടർ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ വെള്ളത്തിലുള്ള മത്സരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ പല അഭ്യാസങ്ങളും വെള്ളത്തിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നേരം കണ്ടു നിന്ന് നല്ല അടിപൊളി വൈബായിരുന്നു നേര് കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഒരു രക്ഷയല്ല, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇത് കുറച്ച് നേരം അവിടെ കണ്ട് നിന്നതിൻ്റെ ശേഷം ഞങ്ങൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിലേക്ക് വന്ന്. കാരണം അവിടെ അങ്ങനെ ഫുള്ളാവുകയാണ് സീറ്റൊക്കെ. അപ്പം സീറ്റ് പിടിക്കാൻ വെച്ചുകൊണ്ട് വരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ സ്റ്റേജിൽ നമ്മുടെ മിലിറ്ററിക്കാരുടെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു രക്ഷയിലിട്ട് നല്ല അടിപൊളി ചണ്ടമേളായി. അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ട് ഭാഗം മുഴുവൻ ഓഡിയൻസ് ഫുള്ളായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാട്ട് തുടങ്ങി, ഗാനമേള തുടങ്ങിയപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡാൻസ് കളിച്ചിട്ടോ. നല്ല അടിപൊളി പാട്ടായിട്ട് വന്ന ആൾക്കാരൊക്കെ പാടി നല്ല അടിപൊളിയായിട്ടുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഇവിടെ പറന്നുയരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് 250ഓളം വരുന്ന ഡ്രോൺ ലൈറ്റുകളാണ് കേട്ടോ പറന്നുയരാൻ പോണത്. അയ്യവ എന്ത് രസമായിട്ടാണല്ലേ, അടിപൊളി. അത് നേരിൽ കാണുമ്പോൾ അതിൻ്റെ ഒരു ഫീലിങ് നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് അനുഭവിച്ചറിയാൻ കഴിയുള്ളൂ.
ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ വേറൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.